ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء سيد المتقين محمد وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവായ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള, അവൻ്റെ അസ്മാഇകളെയും സിഫാത്തുകളെയും സംബന്ധിച്ചുള്ള പഠനം നിർവഹിക്കപ്പെടുന്ന ഒരു ദർസിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അസ്മാഇകളെയും സിഫാത്തുകളെയും കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം വരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ്, ഇന്നത്തെ ദർസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹനീയമായ നാമങ്ങളിൽപ്പെട്ട ചില നാമങ്ങളാണ് നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ രണ്ടു നാമങ്ങൾ അർ-റാസിഖു, അർ-റസ്സാഖു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഇസ്മുകളിൽപ്പെട്ട ഇസ്മുകളാണ് അർ-റാസിഖു വർ-റസ്സാഖു. അല്ലാഹു സുബ്ഹാനഹു വ തആല റാസിഖാണ്, അതേപോലെ തന്നെ അവൻ റസ്സാഖുമാകുന്നു. ഈ രണ്ട് നാമങ്ങൾ റിസ്ഖ് എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഈ രണ്ട് നാമങ്ങളും അള്ളാഹുവിൻ്റെ ഒരു ഗുണത്തിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ളതാണ്. എന്താണത്? റസഖ യർസുഖു റിസ്ഖൻ. റസഖ യർസുഖു റിസ്ഖൻ, അഥവാ നൽകുക, അനുഗ്രഹിക്കുക, വിഭവങ്ങൾ നൽകുക, ഉപകാരപ്രദമായ കാര്യങ്ങൾ സംവിധാനിക്കുക. ഇതൊക്കെയാണ് റിസ്ഖുൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഉപജീവനത്തിനും ഈ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ആവശ്യമായ വിഭവങ്ങൾക്കുമെല്ലാം തന്നെ റിസ്ഖ് എന്ന് പറയുന്നതാകുന്നു. റസഖ യർസുഖു റിസ്ഖൻ. അപ്രകാരം ആ റിസ്ഖ് നൽകുന്നവനാണ് റാസിഖ് അല്ലെങ്കിൽ റസ്സാഖ്. അതുകൊണ്ടാണ് എന്താണ് റിസ്ഖ് എന്ന് പറയുന്നിടത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹുവ അൽ അതാഉൽ ജാരി, നിരന്തരമായി സ്ഥിരമായി നൽകപ്പെടുന്ന അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അതാ ആകുന്നു, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നൽകലാകുന്നു. ദുനിയവിയൻ ഔ ഉഖ്റവിയ്യ, അത് ദുനിയാവിൻ്റെ ഭൗതികമായ വിഭവങ്ങളാകട്ടെ, പരലോകത്തേക്ക് ആവശ്യമായിട്ടുള്ള മതപരമായ വിഭവങ്ങളാകട്ടെ, രണ്ടും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ലാഹിറൻ കർറിസ്ഖി വൽ മാലി, പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്ന രൂപത്തിലുള്ള ദാനങ്ങൾ, ഏതുപോലെ ഉപജീവനം, ഭക്ഷണം, സമ്പത്ത് തുടങ്ങിയ ലാഹിറായ കാര്യങ്ങൾ. അതേപോലെ തന്നെ ബാത്തിനൻ കൽ ഇൽമി വൽ ഹിദായ, ഇൽമ് അഥവാ അറിവ്, അതേപോലെ തന്നെ ഹിദായത്ത്, സന്മാർഗം തുടങ്ങിയിട്ടുള്ള ആത്മീയമായ വിഭവങ്ങൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി ഇവയെല്ലാം നൽകുന്നു. അതാണ് റാസിഖ് എന്ന് പറഞ്ഞാലും അർ റസ്സാഖ് എന്ന് പറഞ്ഞാലും അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭൗതികവും മതപരവുമായ എല്ലാ വിഭവങ്ങളും, ഭൗതികമായ വിഭവം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഭക്ഷണം, നമുക്കുള്ള പാർപ്പിടം, വസ്ത്രം, വാഹന സൗകര്യങ്ങൾ, ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ഖാണ്, അള്ളാഹുവിൻ്റെ നൽകലാണ്, അള്ളാഹുവിൻ്റെ ദാനമാണ്, അവൻ്റെ അതാ ആണ്. അതേപോലെ തന്നെ നമുക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ വേദഗ്രന്ഥത്തിലൂടെ, പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന എല്ലാതരം വിജ്ഞാനങ്ങളും സന്മാർഗവും തൗഫീഖും ഈമാനും ഇഖ്ലാസും ഇസ്ലാമും തുടങ്ങി എന്തെല്ലാമുണ്ടോ അതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാനമാണ്.
അവൻ്റെ നൽകലാകുന്നു. ഇപ്രകാരം നിരന്തരമായി മുറഞ്ഞു പോകാതെ ഭൗതികവും മതപരവുമായ എന്തെല്ലാം കാര്യങ്ങളും ഹൈറാത്തുകളുമുണ്ടോ അതെല്ലാം നൽകുന്നവൻ എന്നാണ് റാസിഖ് എന്ന് പറഞ്ഞാലും റസാഖ് എന്ന് പറഞ്ഞാലും അർത്ഥമാക്കുന്നത്. റിസ്ഖ് എന്ന അഥവാ ഉപജീവനം നൽകുക, ഉപകാരപ്രദമായത് നൽകുക, ഇഹത്തിലും പരത്തിലും നന്മയായിട്ടുള്ളത് നൽകുക എന്ന അർത്ഥം വരുന്ന ആ ഒരു സിഫത്തിൽ നിന്നാണ് ഈ രണ്ട് ഇസ്മുകൾ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്, ഇഹപര നന്മകളെല്ലാം നൽകുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേ സന്ദർഭത്തിൽ ഈ രണ്ട് ഇസ്മുകൾ തമ്മിൽ വല്ല വ്യത്യാസവുമുണ്ടോ? റാസിഖ് എന്ന് പറഞ്ഞാലും റസാഖ് എന്ന് പറഞ്ഞാലും രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനവും മറ്റു അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നവനാണ് എന്ന് അർത്ഥം നൽകുന്നതാണെങ്കിലും ഇവ തമ്മിലുള്ള നേരിയ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, റാസിഖ് എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകുന്നവൻ, അത് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ നമുക്കെന്തെല്ലാം വിഭവങ്ങൾ മതപരമായും ഭൗതികമായും ഇവിടെ ലഭിക്കുന്നുണ്ടോ അതെല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ് എന്നും അവൻ മാത്രമാണ് എന്നും അർത്ഥമാക്കുന്നതാണ് റാസിഖ് എന്ന ഇസ്മ. എന്നാൽ റസാഖ് എന്ന് പറഞ്ഞാലോ അത് അതിൻ്റെ കസറത്തിനെ കസീറു റിസ്ഖ് ധാരാളമായി നൽകുന്നവൻ എന്ന് അർത്ഥമാക്കുന്നു. ഒന്ന് അല്ലാഹു മാത്രമാണ് നൽകുന്നവൻ, രണ്ടാമത്തത് റസാഖ് എന്ന് പറയുമ്പോൾ ആ നൽകുന്നവൻ എന്ന സിഫത്തിനെ അതിൻ്റെ മറ്റൊരു വിശേഷണമാണത്. എന്താണത്? ധാരാളമായി നൽകുന്നവൻ, കണക്കില്ലാതെ നൽകുന്നവൻ. നമുക്കറിയാം എത്രയെത്ര അനുഗ്രഹങ്ങളാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്തുക സാധ്യമല്ല. അപ്പോൾ അത്രമാത്രം എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ധാരാളമായി നൽകുന്നവൻ എന്നാണ് റസാഖ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. റാസിഖ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാതരം റിസ്ഖുകൾ നൽകുന്നവൻ. അങ്ങനെ നൽകുന്നവൻ എന്ന സിഫത്തിൻ്റെ ഉടമയാണ് അല്ലാഹു എന്ന് ബോധിപ്പിക്കുന്ന ഇസ്മാണ് റാസിഖ്. അത് തന്നെ ധാരാളമായി നൽകുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഇസ്മാണ് റസാഖ്. റാസിഖ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, വല്ലാഹു ഖൈറുർ റാസിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി റിസ്ഖ് നൽകുന്നവനാകുന്നു. ഇത് സൂറത്തുൽ ജുമുഅയിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർ റസാഖാകുന്നു, അഥവാ ധാരാളമായി നൽകുന്നവനാകുന്നു. അപ്പോൾ സൂറത്തു ദാരിയാത്തിലെ 58-ൽ ഇന്നല്ലാഹ ഹുവർ റസാഖു, അല്ലാഹു റസാഖാണ് എന്ന ഇസ്മ നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു ഖൈറുർ റാസിഖീൻ എന്ന ആയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റാസിഖ് എന്ന ഇസ്മും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ഖ് എന്ന് പറയുന്നത്, അവൻ്റെ ഉപജീവനം, അവനിൽ നിന്ന് ലഭിക്കുന്ന ദാനം, അതാ എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ളതാകുന്നു. അത് ദുർബലരായ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്, ഖനിയായ ധനികനായ ആളുകൾക്കും അല്ലാഹു നൽകുന്നുണ്ട്, അതേപോലെ തന്നെ സത്യനിഷേധികളായ ആളുകൾക്കും അല്ലാഹു നൽകും, അതേപോലെ തന്നെ മുഅ്മിനുകളായ ആളുകൾക്കും അല്ലാഹു നൽകും, അതേപോലെ തന്നെ മുഴുവൻ ജീവവർഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അപ്പോൾ ദുർബലരായ ആളുകൾ, നമ്മൾ ദുർബലരെന്ന് പറയുമ്പോഴും അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അവർ ആസ്വദിക്കുന്നുണ്ട്. അള്ളാഹുവിൽ നിന്നൊരു റിസ്ഖ് ലഭിക്കാത്ത ഒരാളുമില്ല. കാരണം റിസ്ഖ് എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം, പാർപ്പിടം എല്ലാം റിസ്ഖാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം, കണ്ണിൻ്റെ കാഴ്ച, കാതിൻ്റെ കേൾവി എല്ലാം റിസ്ഖാണ്. ഭൗതികമായി സമ്പാദിക്കാനുള്ള കഴിവ്, ബുദ്ധിശക്തി എല്ലാം റിസ്ഖാണ്. അതുകൊണ്ട് തന്നെ ആ റിസ്ഖിൽ ഏറ്റക്കുറവ് ഉണ്ടാവുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ റിസ്ഖ് ലഭിക്കാത്ത ഒരു ജീവിയും ലോകത്തില്ല. അത് മനുഷ്യരാകട്ടെ, ജിന്നുകളാകട്ടെ, മറ്റു ജീവജാലങ്ങളാകട്ടെ, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ദുനിയാവിൽ വെച്ച് വിശ്വാസികൾക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദേഷ്യം പിടിപ്പിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ഖ് നൽകുന്നതാണ്. അതിനുള്ള തെളിവ് സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. വഇദ് ഖാല ഇബ്രാഹിമു
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന, അള്ളാഹുവെ ഈ രാജ്യത്തെ മക്കയെ നീ ഒരു നിർഭയത്വമുള്ള പ്രദേശമാക്കണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ നാട്ടുകാരായ ആളുകൾക്ക് നീ പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും നൽകണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർക്കാണ് നൽകേണ്ടത്? അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് മാത്രം. അപ്പോൾ അള്ളാഹുവെ, നിന്നിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക്, ഈ പ്രദേശത്തുകാരായ ആളുകൾക്ക് നീ ഉപജീവനവും ഭക്ഷണവും പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നൽകിയ മറുപടി എന്താണ്? ഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാല വമൻ കഫറ, സത്യനിഷേധികൾക്കും ഞാൻ ഉപജീവനം നൽകുന്നതാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്കും അള്ളാഹു മഴ നൽകും, അള്ളാഹു കാറ്റ് നൽകും, അള്ളാഹു ഭക്ഷണം നൽകും, അള്ളാഹു വസ്ത്രം നൽകും, അള്ളാഹു സമ്പത്ത് നൽകും, അള്ളാഹു സുബ്ഹാനഹു വതആല സന്താനങ്ങൾ നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റിസ്ക്കുകളാണ്. അത് സത്യനിഷേധികൾക്കും ഈ ലോകത്ത് ലഭിക്കുന്നതാണ്. എന്നാൽ ഫഉമത്തിഉഹു ഖലീല, അത് കുറഞ്ഞ കാലത്തേക്കേ ഉള്ളൂ, അഥവാ മരണം വരെ മാത്രമേ ഉള്ളൂ. സുമ്മ അദ്തറുഹു ഇലാ അദാബിന്നാർ, പിന്നീട് അവരെ നാം നരകത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതാണ്. വബിഅ്സൽ മസീർ, അത് മോശമായ പര്യവസാന കേന്ദ്രമാണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ ശിക്ഷയുണ്ട്, ശരിയാണ്. എന്നാൽ ഈ ലോക ജീവിതത്തിൽ അള്ളാഹു അവർക്കും ഉപജീവനം നൽകുന്നതാണ്. എന്തിനാണത്? അവർക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരം നൽകുകയാണ്. അതും അവരോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അവർ ചിന്തിക്കട്ടെ, പഠിക്കട്ടെ, ആലോചിക്കട്ടെ, അതിനുള്ള ആയുസ് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുക്കുകയാണ്. മരണം തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ അള്ളാഹു മനുഷ്യർക്ക് അവസരം നൽകും, അള്ളാഹുവിനെ തിരിച്ചറിയുവാനും അവനിലേക്ക് മടങ്ങുവാനും. അതുകൊണ്ട് സത്യനിഷേധികളായ ആളുകൾക്ക് വരെ വിശാലമായ രൂപത്തിൽ ഉപജീവനം നൽകുന്ന കാരുണ്യവാനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അതോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുന്നതും കാണാത്തതുമായ സമസ്ത കോടി ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല. അവൻ്റെ ഉപജീവനം നൽകുന്നതിൻ്റെ വിശാലതയും മഹത്വവും മനസ്സിലാക്കുവാൻ സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഈ ഭൂമിയിൽ ഒരു ജീവിയുമില്ല. ദാബത്ത് എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന, ചലനശേഷിയുള്ള, ജീവനുള്ള എല്ലാറ്റിനും അത് പറയും. അങ്ങനെയുള്ള ഒരു ജീവിയുമില്ല. വൈറസ് ആകട്ടെ, ബാക്ടീരിയ ആകട്ടെ, മറ്റു സൂക്ഷ്മ അണുക്കളാകട്ടെ, സമുദ്രത്തിലും കരയിലും അതേപോലെ തന്നെ അന്തരീക്ഷത്തിലും കാണപ്പെടുന്ന എന്തെല്ലാം ജീവവർഗങ്ങളുണ്ടോ, ഇല്ല അലല്ലാഹി റിസ്ഖുഹ, അവയുടെ ഉപജീവനത്തിൻ്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. വയഅലമു മുസ്തഖറഹ വ മുസ്തൗദഅഹ, അവയുടെ പാർപ്പിടവും അവർ ഭക്ഷണം ശേഖരിച്ചു വെക്കുന്ന സ്ഥലവും അള്ളാഹുവിനറിയാം. കുല്ലുൻ ഫി കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു കിതാബിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സമസ്ത ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്കുക, അത് ശരിയല്ലേ? കാടുകളിൽ എത്രയെത്ര വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കിളികളുണ്ട്, പൂമ്പാറ്റകളുണ്ട്, മറ്റു ജീവജാലങ്ങളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. ആരാണ് ഇവക്കൊക്കെയുള്ള ഉപജീവനം ഈ ഭൂമിയിൽ സംവിധാനിച്ചത്? മണ്ണിനടിയിൽ എത്രയെത്ര ജീവജാലങ്ങളുണ്ട്, അവയ്ക്കുള്ള ഭക്ഷണം ആരാണ് നൽകുന്നത്? സമുദ്രത്തിൽ എത്രയെത്ര വ്യത്യസ്ത ഇനങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട്, കോടാനുകോടി മത്സ്യങ്ങൾ. ആരാണ് ഇവക്കൊക്കെ ഭക്ഷണം നൽകുന്നത്? പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? എത്രയെത്ര ജീവജാലങ്ങൾ നമുക്ക് ചുറ്റിലും. അതേപോലെ തന്നെ വൃക്ഷങ്ങൾ, ഇവക്കെല്ലാം റിസ്ക് ലഭിക്കുന്നു, ഉപജീവനങ്ങൾ ലഭിക്കുന്നു. ചെടികൾക്കും പൂക്കൾക്കും പഴവർഗ്ഗങ്ങൾക്കുമെല്ലാം ആരാണ് ഇവയെ പോറ്റി വളർത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമായി റിസ്ക് നൽകുന്നവനാകുന്നു. അതിൻ്റെ മഹത്വം നമുക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അത്രയും വിശാലമാണ്. അതുകൊണ്ടാണ് സന്താനങ്ങളെ കൊന്നുകളയുന്ന വിഡ്ഢിത്തത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ശക്തമായി എതിർത്തിട്ടുള്ളത്. പല ആളുകളും അവരുടെ മക്കളെ, ആൺകുട്ടികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ, അവർക്ക് ഉപജീവനം കൊടുക്കാൻ കഴിയില്ല എന്ന് ഭയന്നിട്ട് കൊന്നുകളയുന്നു. അവരുടെ ജൽപ്പനം എന്താണ്? മനുഷ്യരാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് മാതാപിതാക്കളുടെ കഴിവിൽ നിന്നുകൊണ്ടാണ് എന്നാണ് അവരുടെ ധാരണ. എന്നാൽ യഥാർത്ഥത്തിൽ ഉപജീവനത്തിൻ്റെ സാക്ഷാൽ സ്രോതസ്സ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അൻആമിലെ
151-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്. നഹ്നു നർസുഖുകും വ ഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാം ആകുന്നു. അപ്പോൾ അള്ളാഹുവാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്. എന്നിരിക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് പ്രസവിക്കാതിരിക്കുക, കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക, ജനിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ജനിച്ച കുട്ടികളെ കൊന്നുകളയുക, ഇതൊക്കെ വളരെ വലിയ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാകുന്നു. ഈ ആശയത്തിലേക്ക് ഒന്നുകൂടി വെളിച്ചം നൽകുന്നു സൂറത്തുൽ അൻകബൂത്തിലെ 60-ാമത്തെ ആയത്ത്. സൂറത്തുൽ അൻകബൂത്തിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വകഅയ്യിൻ മിൻ ദാബത്തിൻ, എത്രയെത്ര ജീവജാലങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹ വ ഇയ്യാക്കും. ലാ തഹ്മിലു റിസ്ഖഹ, അതിൻ്റെ ഉപജീവനം നിങ്ങളല്ല വഹിക്കുന്നത്, മറിച്ച് അല്ലാഹു യർസുഖുഹ വ ഇയ്യാക്കും, അവക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ്, നിങ്ങൾക്കും നൽകുന്നത് അള്ളാഹുവാണ്. വഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോൾ എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാകുന്നു സമസ്ത ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഉപജീവനം നൽകുന്നത്. നമ്മുടെ ആരുടെയും ഉത്തരവാദിത്വത്തിലല്ല. സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യർ ഏൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ? കാടുകളിലെ ജീവവർഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മനുഷ്യന് ഉത്തരവാദിത്തമുണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ? മനുഷ്യർക്കത് ഏറ്റെടുക്കുക സാധ്യമല്ല, ജിന്നുകൾക്കത് ഏറ്റെടുക്കുക സാധ്യമല്ല, മലക്കുകൾക്കത് ഏറ്റെടുക്കുക സാധ്യമല്ല. അത് അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ റിസ്ക് ലഭിക്കില്ല എന്ന് കരുതി ഒരാളും നിരാശപ്പെടാൻ പാടില്ല. പലരും ആത്മഹത്യ ചെയ്യുന്നു, ജീവിതത്തിൽ നിരാശയോടുകൂടി കഴിയുന്നു. അതൊന്നും പാടില്ലാത്തതാണ്. വിശ്വാസികൾക്ക് ആവേശവും ആത്മധൈര്യവും നൽകുന്ന ആയത്തുകളാണ് ഇതൊക്കെ. അള്ളാഹുവിൻ്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായും അവന് ഉപജീവനം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ധൈര്യസമേതം അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ സമീപിച്ചുകൊണ്ട് ഉപജീവനം തേടുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്കൊരിക്കലും നിരാശയില്ല. കാരണം അള്ളാഹു നിശ്ചയിച്ച റിസ്ക് അതവർക്ക് ലഭിക്കുമെന്ന ഉത്തമമായ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് ഇപ്രകാരം വിശാലമായ റിസ്ക് നൽകുന്ന അള്ളാഹുവിനെ ശരിക്കും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റാസിഖ് അള്ളാഹുവാണ്, അർ റസാഖ് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആരാധനകൾ അർഹിക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ഈ 2 ഇസ്മുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമെന്നത് നാം തൗഹീദുള്ളവരായി തീരണം. അള്ളാഹുവിനെ മാത്രമേ പിന്നീട് വിളിച്ച് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പാടുള്ളൂ. എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് അർ റാസിഖ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ആശയത്തിലേക്ക് അള്ളാഹു വെളിച്ചം നൽകുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 73-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്നു. ആർക്ക്? മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദി ഷൈഅ, ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു ഉപജീവനവും അവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കാത്ത ആളുകളെയാണ് അവർ ആരാധിക്കുന്നത്. വലാ യസ്തതിഊൻ, അവർക്കതൊട്ട് സാധ്യവുമല്ല. അപ്പോൾ ഉപജീവനം നൽകാൻ ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. മലക്കുകൾക്ക് സാധ്യമല്ല, അമ്പിയാക്കൾക്ക് സാധ്യമല്ല, ജിന്നുകൾക്ക് സാധ്യമല്ല, ഒരു കാര്യത്തിനും അത് സാധ്യമല്ല. ആർക്കും ഒന്നിനും അത് സാധ്യമല്ല. അള്ളാഹു പറയുന്നത് വലാ യസ്തതിഊൻ, അവർക്ക് സാധിക്കില്ല ഉപജീവനം നൽകാൻ. എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരോട് ഉപജീവനത്തിനു വേണ്ടി, ഐശ്വര്യത്തിനു വേണ്ടി, നന്മകൾക്ക് വേണ്ടി, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് എത്രമാത്രം മോശമായ കാര്യവും തികഞ്ഞ നന്ദികേടുമാണ്. കുട്ടികളെ കിട്ടാൻ, രോഗം മാറാൻ, മറ്റു പ്രയാസങ്ങൾ നീങ്ങാൻ, ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും ബറക്കത്തും ഉണ്ടാകാൻ ഷെയ്ഖുമാരെ വിളിക്കുന്നവർ, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നവർ, അമ്പിയാക്കളെ വിളിക്കുന്നവർ, സാലിഹ്യങ്ങളെ വിളിക്കുന്നവർ, മലക്കുകളെ വിളിക്കുന്നവർ, ജിന്നുകളെ വിളിക്കുന്നവർ, സൂര്യനോടും ചന്ദ്രനോടും വിഷയങ്ങൾ പറയുന്നവർ, വിഗ്രഹങ്ങളോട് കാര്യങ്ങൾ പറയുന്നവർ, എല്ലാവരും തികഞ്ഞ നന്ദികേടാണ് ചെയ്യുന്നത്. സൃഷ്ടികൾക്കാർക്കും അത് സാധ്യമല്ല. ഉപജീവനം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവർക്കുള്ള വിളിച്ചു പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് വ്യർത്ഥമാണെന്ന് പറയാൻ അള്ളാഹു പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം മാ ലാ യംലികു ലഹും റിസ്ഖൻ മിനസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ ഒരു ഉപജീവനവും അധീനപ്പെടുത്തി തരാൻ അവർക്ക് കഴിയുകയില്ല. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നു
56 മുതൽക്ക് 58 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചത് അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ, അവരിൽ നിന്ന് ഒരു ഉപജീവനവും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവർ എനിക്ക് ഭക്ഷണം നൽകണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരുടെ വിഗ്രഹങ്ങൾക്ക്, അവരുടെ പ്രതിമകൾക്ക്, അവരുടെ പ്രതിഷ്ഠകൾക്ക്, അവരുടെ ദേവന്, അവരുടെ ദേവികൾക്ക് അവർ പല നിലക്കുമുള്ള ഭക്ഷണങ്ങൾ, നിവേദ്യങ്ങൾ എന്ത് ചെയ്യും? സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാരും ഭക്ഷണം നൽകേണ്ടതില്ല, അവനെ ആരും തീറ്റിപ്പോറ്റേണ്ടതില്ല. സൃഷ്ടികൾക്കത് സാധ്യമല്ല, അള്ളാഹുവിനത് ആവശ്യവുമില്ല. മറിച്ച് ഇന്നല്ലാഹ ഹുവർ റസ്സാഖു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാകുന്നു റസ്സാഖ്, ധാരാളമായി ഭക്ഷണം ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ്. ദുൽ ഖുവ്വത്തിൽ മതീൻ, അവൻ കഴിവുറ്റവനും വിപുലമായ കഴിവുള്ളവനും അതിയായ ശക്തിയുള്ളവനുമാകുന്നു. അങ്ങനെയുള്ള കുവ്വത്തുള്ള വിപുലമായ കഴിവുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ധാരാളമായി ഉപജീവനം നൽകുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, അവനാകുന്നു നിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ഉപജീവനങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും അള്ളാഹുവിന് മാത്രമാണ് നൽകേണ്ടത്. അള്ളാഹുവിൻ്റെ ഈ 2 ഇസ്മുകൾ പഠിച്ചാൽ അവർ ശുദ്ധ മുവഹിദുകളായി തീരേണ്ടതുണ്ട്. തൗഹീദിൻ്റെ വലിപ്പവും വിശാലതയും യാഥാർത്ഥ്യവും അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ സമസ്ത ജീവജാലങ്ങൾക്കും ഉപജീവനം നൽകുന്നവനാണെങ്കിൽ കൂടി അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന അവൻ്റെ ഇഷ്ടപ്പെട്ട അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഉപജീവനവും സംരക്ഷണവും നൽകുന്നതാണ്. സൂറത്തുൽ അറാഫിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. ഖുൽ നബിയെ ചോദിക്കുക, മൻ ഹറമ സീനത്തല്ലാഹ്, അള്ളാഹു നൽകിയ അലങ്കാരങ്ങളെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കാൻ ആരാണുള്ളത്? അഖ്റജ ലിഇബാദിഹി, തൻ്റെ അടിമകൾക്ക് വേണ്ടി അവൻ കൊണ്ടുവന്നതാണത് ഈ ദുനിയാവിലെ നല്ല നല്ല ഹലാലായ വിഭവങ്ങൾ. വത്തയ്യിബാതി മിനർ റിസ്ഖ്, അതേപോലെ തന്നെ നല്ല നല്ല ഭക്ഷണം. ഇസ്ലാം ഒരിക്കലും നല്ല ഭക്ഷണം നിഷിദ്ധമാക്കുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തേ പറഞ്ഞിട്ടുള്ളൂ? യുഹില്ലു ലഹുമുത് തയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായ ഭക്ഷണങ്ങൾ മാത്രമേ ഹറാമാക്കാൻ പാടുള്ളൂ എന്നും നല്ല ഭക്ഷണങ്ങൾ അനുവദിച്ചു കൊടുക്കണമെന്നുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട നിർദ്ദേശം. അള്ളാഹുവിൻ്റെ റസൂലിന് വഹീലൂടെ അള്ളാഹു അറിയിച്ചു കൊടുത്തതൊക്കെ ആ നിലക്കുള്ള കാര്യങ്ങളാണ്. നല്ലത് മാത്രമേ പ്രവാചകൻ അനുവദിക്കുകയുള്ളൂ, നിഷിദ്ധമായത് മാത്രമാണ് പ്രവാചകൻ ഹറാമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിശിഷ്ട ഭക്ഷണങ്ങളും അള്ളാഹു അവൻ്റെ അടിമകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിനെ നിഷിദ്ധമാക്കാൻ ആർക്കും പാടില്ലാത്തതാണ്. മാംസം അള്ളാഹു അനുവദിച്ച വിശിഷ്ട ഭക്ഷണമാണ്. മാംസം പാടില്ല, ഉരുവിനെ അറക്കാൻ പാടില്ല, പോത്തിനെ അറക്കാൻ പാടില്ല എന്ന നിയമങ്ങളൊന്നും ഇസ്ലാമിലില്ല. അതേ സന്ദർഭത്തിൽ പന്നി ഇറച്ചി പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ശവം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മത്സ്യം അത് ചത്തതാണെങ്കിലും ഉപയോഗിക്കാം. കാരണം മത്സ്യം അതിനെ അറുത്തിട്ടില്ലെങ്കിലും അത് സ്വയം മരിച്ചതാണെങ്കിലും മത്സ്യം വിശിഷ്ടമാണ്, ശുദ്ധമാണ്, അത് കഴിക്കാം. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നത് ശ്രദ്ധിക്കുക, ഖുൽ ഹിയ ലില്ലദീന ആമനൂ ഫിൽ ഹയാത്തി ദുനിയ, തീർച്ചയായും അത്തരം വിശിഷ്ട വിഭവങ്ങൾ ഈ ഐഹിക ജീവിതത്തിൽ വിശ്വാസികൾക്കുള്ളതാകുന്നു. ഖാലിസതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാകട്ടെ വിശ്വാസികൾക്ക് മാത്രമുള്ളതും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക പരിഗണന വിശ്വാസികൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല വിശിഷ്ട ഭക്ഷണങ്ങളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള ഒരു നിഅമത്താണ്. അത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ഇതര ജനവിഭാഗങ്ങളെ, ഇതര മതവിഭാഗങ്ങളെ, ഇതര നാട്ടുകാരുടെ സംസ്കാരങ്ങൾ എടുത്തു നോക്കൂ. അവരുടെ ഭക്ഷണ രീതികൾ പരിശോധിച്ചാൽ പലതും വളരെ മോശമായ ഭക്ഷണ രീതികളാണ്. വേറെ ചില ആളുകളാകട്ടെ വിശിഷ്ടമായതിനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരാകരിക്കുന്നതും കാണാം. എന്നാൽ ഇസ്ലാം അതിൽ മധ്യമമായൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിശിഷ്ടമായ ഭക്ഷണങ്ങൾക്ക് അനുവദിച്ചു, മോശമായതിനെയെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ അത് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഒരു നിഅമത്താണ്. അതോടൊപ്പം ഖിയാമത്ത് നാളിൽ സ്വർഗലോകത്തിലെ പ്രവിശാലമായ വിഭവങ്ങളെല്ലാം തന്നെ വിശ്വാസികൾക്ക് മാത്രമുള്ളതാകുന്നു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ, അപ്രകാരം അള്ളാഹു അറിയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കുന്ന അടിമകൾക്ക് പ്രത്യേക പരിഗണന
ഈ ദുനിയാവിൽ നൽകും. അവരുദ്ദേശിക്കാത്ത രൂപത്തിൽ. വയറുസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സൂറത്തു തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയറുസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു ഒരു പോംവഴി അവർക്ക് നൽകും. അവർ കണക്കാക്കാത്ത രൂപത്തിൽ അവർക്ക് അള്ളാഹു ഭക്ഷണം നൽകും, ഉപജീവനം നൽകും, മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയുണ്ടാകും. അതോടൊപ്പം ചില സന്ദർഭങ്ങളിൽ കാരണങ്ങൾക്കതീതമായി തന്നെ അള്ളാഹു ഭക്ഷണം നൽകിയേക്കാം. ഏതുപോലെ? സൂറത്തു ആലു ഇമ്രാനിലെ 37-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മെഹ്റാബിൽ പ്രവേശിക്കുമ്പോഴൊക്കെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ഭക്ഷണം നൽകപ്പെട്ടതായി കാണുന്നു. എന്നാൽ ആരും കൊണ്ട കൊടുക്കുന്നതല്ലാതെ ആ പ്രദേശത്ത് അങ്ങനെ ഒരു ഭക്ഷണം ആ സീസണിൽ ഇല്ലതാനും. എന്നിരിക്കെ ഈ പഴവർഗ്ഗങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം പറയുന്നത് ഇങ്ങനെയാണ്. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴൊക്കെ, പ്രാർത്ഥനാ പീഠത്തിൽ പ്രവേശിക്കുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ഖ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ ഭക്ഷണം കാണുന്നു, ഫ്രൂട്ട്സ് കാണുന്നു, പഴവർഗ്ഗങ്ങൾ കാണുന്നു. ഖാല യാ മറിയമു അന്നാ ലക്കി ഹാദാ. ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. അപ്പോൾ മറിയം റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ക് നോക്കാതെ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം, ഉപജീവനം നൽകുന്നവനാകുന്നു. വ്യത്യസ്ത ഘട്ടങ്ങളിൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും എമ്പാടും സംഭവങ്ങൾ കാണാം. അപ്പോൾ കാരണങ്ങൾക്കതീതമായി തന്നെ ഭക്ഷണം നൽകാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ അത് പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നതാണ്. പ്രവാചകന്മാരിലൂടെ വെളിവാക്കപ്പെടുന്ന അമാനുഷിക ദൃഷ്ടാന്തങ്ങളോ അല്ലെങ്കിൽ ഔലിയാക്കൾക്കും മഹത്തുക്കൾക്കും അള്ളാഹു നൽകുന്ന ചില കറാമത്തുകളുടെ അടിസ്ഥാനത്തിലൊക്കെ അള്ളാഹു നൽകുന്നതാണത്. എന്നാൽ പൊതുവെ മനുഷ്യർ ചെയ്യേണ്ടതെന്താണ്? അള്ളാഹുവിൻ്റെ ഉപജീവനം ലഭിക്കുവാൻ വേണ്ടി അവർ അധ്വാനിക്കുകയും ജോലി തേടി, ഉപജീവനം തേടി ഭൂമിയിലേക്ക് വ്യാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സൂറത്തുൽ ജുമുഅയിലെ 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദ്. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിക്കണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അള്ളാഹുവിൻ്റെ ഫദ്ലിനെ നിങ്ങൾ തേടുകയും വേണം. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു ഉപജീവനം നൽകുമെങ്കിലും അള്ളാഹു എല്ലാറ്റിനും ചില ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അള്ളാഹു എല്ലാറ്റിനും ഒരു ഖദർ, ഒരു സബബ്, ഒരു കാരണം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമുക്ക് ഉപജീവനം ലഭിക്കാൻ നമ്മൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, കൃഷി ചെയ്യണം, കച്ചവടം ചെയ്യണം. അപ്പോഴാണ് ഉപജീവനം ലഭിക്കുന്നത്. ഒരാൾ വീട്ടിൽ എനിക്ക് അള്ളാഹു അത്ഭുതകരമായി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. കാരണം അള്ളാഹു എല്ലാറ്റിനും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ജോലി ചെയ്തും കച്ചവടം ചെയ്തും അധ്വാനിച്ചും കൃഷി ചെയ്തുമാണ് അധ്വാനിക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഉപജീവനം ലഭിക്കാൻ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ തേടണമെന്നത് നമ്മൾ പ്രത്യേകം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ തേടുമ്പോൾ അതൊരിക്കലും ഹറാമായ മാർഗത്തിലൂടെ ആവാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുക്കും മിനൽ ജന്നതി വയുബ്ഇദുക്കും മിനൻ നാരി ഇല്ലാ ഖദ് അമർതുക്കും ബിഹി വലൈസ ഷൈഉൻ യുഖർരിബുക്കും മിനൻ നാരി വയുബ്ഇദുക്കും മിനൽ ജന്നതി ഇല്ലാ ഖദ് നഹൈതുക്കും അൻഹു. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയും പ്രവാചകൻ പഠിപ്പിച്ചു. ശേഷം പ്രവാചകൻ പറഞ്ഞു, വ ഇന്ന റൂഹൽ അമീന നഫസ ഫി റൗഇ അന്നഹു ലൈസ മിൻ നഫ്സിൻ തമൂതു ഹത്താ തസ്തൗഫിയ റിസ്ഖഹ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ മനസ്സിലേക്ക് എനിക്ക് വഹിയായി ഇട്ട് തന്നിരിക്കുന്നു, ഒരു നഫ്സും തൻ്റെ റിസ്ക് പൂർത്തീകരിക്കാതെ മരിച്ചു പോവുകയില്ല. അള്ളാഹു ഓരോരുത്തർക്കും ഒരു നിശ്ചിതമായ റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കാതെ ഒരാളും മരണപ്പെട്ടു പോവില്ല. എല്ലാവർക്കും അള്ളാഹു നിശ്ചയിച്ചത് കിട്ടും. പിന്നെ എന്തിനാണ് ബേജാറാവുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? എന്തിനാണ് നിരാശപ്പെടുന്നത്? അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു, ഫത്തഖുല്ലാഹ വ അജ്മിലൂ ഫി ത്വലബ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും
സമ്പത്ത്, റിസ്ക്, ഉപജീവനം അന്വേഷിക്കുന്നതിൽ നിങ്ങൾ മിതത്വം പാലിക്കുകയും വേണം. അഥവാ അത്യാർത്തിയുടെ ആവശ്യമില്ല, അതേ സമയത്ത് ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കാനും പാടില്ല. ഒരു മധ്യമ നിലപാട് സ്വീകരിക്കണം. വലാ യഹ്മിലുക്കും ഇസ്തിബ്താഉ റിസ്ഖി അലാ അൻ തത്ലുബൂഹു ബിമആസില്ലാ. നിങ്ങൾ വിചാരിച്ച സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ ഉപജീവനം കിട്ടുന്നില്ല എന്നത് ഹറാമായ മാർഗത്തിലൂടെ നേടിയെടുക്കാൻ അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഫഇന്നഹു ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിതാഅതി. കാരണം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഉപജീവനം കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടല്ലാതെ ലഭിക്കുകയില്ല. അപ്പോൾ ചില ആളുകളുണ്ട്, ലാഭമില്ല, അതല്ലെങ്കിൽ തനിക്ക് ഉപജീവന മാർഗം പലതും തടയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ ഹറാമിൻ്റെ മാർഗത്തിലേക്ക് പോവുകയാണ്. പലിശ പോലെയുള്ള, കള്ളക്കച്ചവടം പോലെയുള്ള, കളവുകൾ പറയുന്നത് പോലെയുള്ള ഹറാമായ വിഷയങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടൊക്കെ അവർ തെറ്റായ മാർഗങ്ങളിലൂടെയും തെറ്റായ രീതികളിലൂടെയും ഉപജീവനത്തിൽ വിശാലത കണ്ടെത്താൻ പലരും ശ്രമിക്കുന്നു. എന്നാൽ ഒരിക്കലും അവർ വിജയിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവർ പരാജയപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യമാണത്. ഫഇന്നഹു ലാ യുനാലു മാ ഇൻദഹു ഇല്ലാ ബിതാഅതിഹി. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വിഭവങ്ങൾ അവനെ അനുസരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ലഭിക്കൂല. അപ്പോൾ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അതിൽ ബറക്കത്തുണ്ടാവില്ല, അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല, അത് നശിച്ചു പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കണം, ജോലിക്കിറങ്ങണം, കൃഷി ചെയ്യണം, പക്ഷേ സത്യസന്ധമായിരിക്കണം, ഹലാലായിരിക്കണം. നിഷിദ്ധമായത് അതിൽ കടന്നു വരാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റിസ്ഖിനെ തേടുമ്പോൾ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്നു പോകാൻ പാടില്ല. ഇബ്നു അബി ഷൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ യഖൂൽ. ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയുകയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, മനുഷ്യരെ, തഫറഗ ലി ഇബാദത്തി, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞിരിക്കണം. അംലഉ ഖൽബക ഗിനൻ വ അസുദ്ദ ഫഖറക്, എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ധന്യത നിറയ്ക്കും, നിങ്ങളുടെ ദാരിദ്ര്യത്തെ അള്ളാഹു തടയുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത് അത് വീഴ്ച കൂടാതെ ചെയ്താൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാവുകയില്ല, നമുക്ക് അള്ളാഹു ധന്യത നൽകും, മനസ്സിൻ്റെ സംതൃപ്തി നൽകും. അത് ഒരുപാടുണ്ടാവുക എന്നതല്ല, മറിച്ച് മനസ്സിൻ്റെ സംതൃപ്തിയാണ്. വ ഇല്ലാ തഫ്അൽ, എന്നാൽ നിങ്ങൾ ഇബാദത്തിൽ വീഴ്ച വരുത്തിയാലോ, അംല യദൈക ശുഗലൻ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ധന്യത നൽകുകയില്ല, നിങ്ങളെപ്പോഴും ഓരോ ജോലിയിൽ വ്യാപൃതരാകേണ്ടി വരും. വല അസുദ്ദ ഫഖറക്, എന്നാൽ നിങ്ങളുടെ ദാരിദ്ര്യം നീങ്ങുകയുമില്ല. അപ്പോൾ അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത് അത് കൃത്യമായി നൽകണം. അതുകൊണ്ടാണ് ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദ്, നമസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് വ്യാപിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമസ്കാരത്തിൻ്റെ സമയത്ത് നമസ്കാരം നിർവഹിക്കണം, ഇബാദത്തുകളുടെ സമയത്ത് അത് നിർവഹിക്കണം. ഇബാദത്തിന് മുടക്കം വരുത്തിക്കൊണ്ടല്ല ഉപജീവന മാർഗം തേടേണ്ടത്. സൂറത്തു നൂറിലെ 37-ാമത്തെ ആയത്തിൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. പള്ളികളിലുള്ള വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ കച്ചവടമോ ക്രയവിക്രയങ്ങളോ ബിസിനസ്സോ ഒന്നും തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്നും അവരെ തടയുന്നതല്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും മാറി മറഞ്ഞു പോകുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുകയാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റാസിഖ്, അവനാകുന്നു റിസ്ഖ് നൽകുന്നവൻ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ക്വാളിറ്റി, അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് അള്ളാഹു പറഞ്ഞ മാർഗങ്ങളിലൊക്കെ നമ്മൾ ചിലവഴിക്കണം, പിശുക്കന്മാരാവാൻ പാടില്ല. സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, യഥാർത്ഥ വിശ്വാസികൾ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാഹ്, അവർ നമസ്കാരം നിലനിർത്തുന്നവരും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് നൽകിയത്. വ അൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ എന്ന് സൂറത്തുൽ ഹദീദിൽ കാണാം. അള്ളാഹു നിങ്ങളെ കൈകാര്യകർത്താക്കളാക്കിയതാണ് നിങ്ങളുടെ ധനം, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവാണ് റാസിഖ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ചെലവഴിച്ചാലും അള്ളാഹു പകരം വെക്കും എന്ന ധാരണ നമുക്കുണ്ടാകണം. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു അവിടെ പകരം വെക്കുന്നതാണ്. അപ്പോൾ അള്ളാഹു പകരം തരും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ തീർന്നു പോവുകയില്ല. ഈ വിശ്വാസത്തോടു കൂടി ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലുമൊക്കെ ധാരാളമായി വിശ്വാസികൾ ചെലവഴിക്കേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബിനോട്
ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഇബ്നു അബി ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്നൻ നബിയ്യ അലൈഹി സ്വലാത്തു വസ്സലാം കാന യഖൂലു ഇദാ സ്വല്ല സുബ്ഹ ഹീന യുസല്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ച് സലാം വീട്ടിക്കഴിഞ്ഞാൽ, ഒന്നുകിൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ്, രണ്ടും അർത്ഥമാക്കാം. രണ്ട് സന്ദർഭത്തിലും ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ ഇൽമിനെ തേടുന്നു, വരിസ്ഖൻ ത്വയ്യിബ, ഹലാലായ ഉപജീവനവും നീ എനിക്ക് നൽകണം, വഅമലൻ മുതഖബ്ബല, സ്വീകരിക്കപ്പെടുന്ന അമലും നീ എനിക്ക് നൽകണമേ. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവേണ്ടതാണ് അല്ലാഹുവേ സ്വീകരിക്കപ്പെടുന്ന അമല്, അതേപോലെ തന്നെ ഉപകാരപ്രദമായ ഇൽമ്, കൂട്ടത്തിൽ നല്ല ഉപജീവനവും നീ എനിക്ക് നൽകണമേ എന്ന് നമ്മൾ ദുആ ചെയ്യണം. ഇപ്രകാരം അള്ളാഹു റാസിഖാണ്, റസാഖാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉപജീവനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ല, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ തേടിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റിസ്ഖിനെ തേടേണ്ടത്. അതിൽ ഹറാമ് വരാൻ പാടില്ല, അനുസരണക്കേടുകളൊന്നും അതിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അള്ളാഹു റിസ്ഖ് നൽകുമെന്ന് കരുതി ജോലി ചെയ്യാതെ വീട്ടിലിരിക്കാൻ പാടില്ല, ജോലിക്ക് പോകണം, അള്ളാഹുവിൽ ബരമേൽപ്പിക്കണം. ഹറാമിൻ്റെ മാർഗത്തിലൂടെ പോകുവാനും പാടില്ല. അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണം. ഇതൊക്കെയാണ് ഈ രണ്ട് അസ്മാകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിലേറ്റവും പ്രധാനം ആദ്യം സൂചിപ്പിച്ചതുപോലെ റിസ്ഖ് നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്, സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക്, അതിൻ്റെ ആശയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകണം ഈ രണ്ട് ഇസ്മുകൾ എന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.